ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം വെളിപാടിലെ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. വെളിപാട് ഗ്രന്ഥത്തിലെ വളരെ സുപ്രധാനമായ ഒരു അധ്യായമാണ് ഈ 5-ാമത്തേത്. ഇവിടെ നാം കാണുന്ന പ്രതീകം കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടാണ്. പുതിയ നിയമത്തിലെ നവീനത്വമാണ് നാം ഇവിടെ കാണുക. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ ദൈവവാഗ്ദാനങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലേ ആണല്ലോ നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് യേശു ക്രിസ്തുവിൽ. അപ്പോൾ പഴയ നിയമ വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ യേശു ക്രിസ്തുവിനെയാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം അയക്കുന്ന ആ രക്ഷകൻ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്നവനാണെങ്കിലും സർവശക്തിയോടും കൂടെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വിവരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം: സിംഹാസനസ്ഥൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും 7 മുദ്രകളാൽ മുദ്രിതവുമായ ഒരു ചുരുൾ നാം കണ്ടു. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷകൻ്റെ ആഗമനത്തിന് മുമ്പുള്ള ആ ഒരു രംഗമാണ് നാം ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. സിംഹാസനസ്ഥൻ്റെ കയ്യിലുള്ള ഒരു ചുരുൾ. ഇപ്പം നാം കഴിഞ്ഞ ക്ലാസ്സിൽ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ ചിത്രം നാം കണ്ടു. ദൈവമാണ് പ്രപഞ്ചത്തിൽ ഭരണം നടത്തുന്നത് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ സിംഹാസനത്തിൻ്റെ കയ്യിലുള്ള ചുരുൾ നമുക്കറിയാം. പഴയ കാലങ്ങളിൽ പപ്പീറസ് പേപ്പറുകൾ, അത് പപ്പീറസ് അത് കുറുകയും നെടുകയും ഒക്കെ വെച്ച് അമർത്തിയാണ് പേപ്പർ പോലെ അവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതിലാണ് അവർ എഴുതിയിരുന്നത്. അതുപോലെ തന്നെ തുകൽ ചുരുളുകളും അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു. യഹൂദരുടെ ബൈബിളൊക്കെ തുകൽ ചുരുളുകളിലാണ് എഴുതപ്പെട്ടിരുന്നത്. ഇനി ചുരുളുകളെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള വിവരണമാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ് വിവരിക്കപ്പെടുന്നത്. ഇനി സിംഹാസനസ്ഥൻ്റെ വലത് കൈയിൽ കാണുന്നു എന്ന് പറയുമ്പോൾ നാം എങ്ങനെ മനസ്സിലാക്കണം? ഒന്ന്, ഇതെല്ലാം ദൈവത്തിൻ്റെ പക്കലുള്ള കാര്യങ്ങളാണ്. ഇനി സിംഹാസനസ്ഥൻ്റെ വലത് കൈ എന്ന് പറയുന്നത് അത് ശക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ സിംഹാസനസ്ഥൻ തൻ്റെ വലത് കൈ അത് ശക്തിയുടെ എന്ന് പറയുമ്പോൾ അത് ശിക്ഷയുടെയും അതുപോലെ തന്നെ രക്ഷയുടെയും പ്രതീകമാണ് എന്നൊക്കെ കാണുവാൻ സാധിക്കും. ഇനി ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് അകത്തും പുറത്തും എഴുതപ്പെട്ടതാണ്. അകത്തും പുറത്തും എഴുതപ്പെട്ടത്, അതിനെക്കുറിച്ച് നിരവധിയായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പറയും അത് പൂർണ്ണമായിട്ടും എഴുതപ്പെട്ടത് എന്ന അർത്ഥമാണ് ഉള്ളത് എന്ന്. ചിലർ പറയും അത് റോമൻ രീതിയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ പറയും അകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ ആവർത്തനമാണ് പുറത്തുള്ളത്. അകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു സംഗ്രഹം പുറത്ത് കൊടുക്കും. അപ്പോൾ അത് റോമൻ രീതി അനുസരിച്ചാണ്. ഈ ചുരുളിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉള്ളത് നാം കാണുന്നു. ഒന്ന്, ഇത് 7 മുദ്രകൾ തുറന്ന ശേഷമുള്ളതാണ് എന്ന് ചിലർ പറയുന്നു. നമുക്കറിയാം, ആദ്യം 7 മുദ്രകൾ തുറക്കുന്നതിനെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ചുരുളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ തുടർന്ന് വരുന്ന സപ്തഗണങ്ങൾ, പക്ഷേ ഇത് നമുക്ക് എടുക്കുവാൻ സാധിക്കില്ല. കാരണം 3 സപ്തഗണങ്ങളാണുള്ളത്. അപ്പോൾ 3ഉം അത്
സമാനമായിട്ടുള്ള വിവരണങ്ങളാണ്. അപ്പോൾ ഒരു സപ്തഗണത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നീട് ചിലർ പറയും ഇത് ജീവൻ്റെ പുസ്തകത്തെ സൂചിപ്പിക്കുന്നതാണ്. ജീവൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അന്ത്യവിധിക്ക് ശേഷം 20-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ് ഈ ചുരുളിൽ ഉള്ളത് എന്ന് പറയുന്നു. ഇനി മറ്റു ചിലരാകട്ടെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ഇതിലെ വിവരണങ്ങൾ എന്ന് പറയുന്നു. പഴയ നിയമ വിവരണത്തിൻ്റെ അർത്ഥം അത് ക്രിസ്തുവിലാണ് വെളിപ്പെടുത്തപ്പെടുന്നപ്പോൾ പഴയ നിയമ പുതിയ നിയമ വിവരണങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ചുരുളിലുള്ളത് എന്ന് ചിലർ പറയുന്നു. പക്ഷേ കൂടുതൽ ശരിയായിട്ടുള്ളത് ലോകത്തെപ്പറ്റി, ലോകചരിത്രത്തെപ്പറ്റി, പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ചുരുൾ എന്നതാണ്. അപ്പോൾ ഈ ചുരുളിൻ്റെ ഉള്ളടക്കം ദൈവത്തിൻ്റെ പദ്ധതികൾ തന്നെയാണ്. ഇപ്പോൾ ഓരോ മുദ്ര തുറക്കുമ്പോഴും യോഹന്നാൻ ഞാൻ കണ്ടു എന്നൊക്കെ ഒത്തിരി പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൈവിക പദ്ധതിയിലേക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി ഈ ചുരുളിനെക്കുറിച്ച് പറയുന്ന അടുത്തൊരു കാര്യം 7 മുദ്രകൾ പതിപ്പിച്ചതാണ്. 7 മുദ്രകൾ. അപ്പോൾ 7 എന്നുള്ള ആ സംഖ്യ നമുക്കറിയാം, അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി 7 മുദ്രകൾ പതിപ്പിച്ച് എന്നത് ചിലരുടെ അഭിപ്രായത്തിൽ റോമൻ രീതി പിഞ്ചെന്നുള്ള ഒരു വിശേഷണമായിരിക്കാം. അപ്പോൾ റോമൻ രീതി അനുസരിച്ച് പലരും കൂടി അത് മുദ്ര വയ്ക്കുന്നു. ഇനി പലരും കൂടി മുദ്ര വെച്ചിരിക്കുന്ന ഈ ചുരുൾ അത് തുറക്കണമെങ്കിൽ ആ മുദ്ര വെച്ച് എല്ലാവരും അവിടെ സന്നിഹിതരായിരിക്കണം. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാകാം. പക്ഷെ ഇവിടെ 7 മുദ്രകൾ പതിപ്പിച്ചത് എന്നുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് മാത്രം അറിയാവുന്നത്, മറ്റുള്ളവർക്കെല്ലാം നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഈ ദൈവിക പദ്ധതികൾ അടങ്ങിയിരിക്കുന്ന ഈ ചുരുൾ, അപ്പോൾ ഇത് നടപ്പാക്കാൻ ആർക്കാണ് സാധിക്കുന്നത് എന്നാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശക്തനായൊരു ദൂതനെ ഞാൻ കണ്ടു, അവൻ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിക്കുന്നു, ഈ ചുരുൾ നിവർത്താനും ഇതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും യോഗ്യൻ ആര്? സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ ഏറെ കരഞ്ഞു. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ആരാണ് ഈ ചുരുൾ നിവർത്താൻ യോഗ്യൻ? അപ്പം അതിലെ സന്ദേശം എന്താണ്? ഇപ്പോൾ ദൈവിക പദ്ധതികൾ അത് നിവൃത്തിയാക്കുന്നത്, പൂർത്തിയാക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെ ആർക്കും സാധിക്കില്ലെന്ന് പറയുമ്പോഴോ ഈ പ്രപഞ്ചത്തിലുള്ള ആർക്കും ഇതിനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇനി രക്ഷ വരേണ്ടത് എവിടെ നിന്നാണ്? പ്രപഞ്ചത്തിന് പുറമേ നിന്ന് തന്നെയാണ്. ഇപ്പോൾ പ്രപഞ്ചത്തിന് പുറമേ നിന്ന് വരുന്ന ആ മിശിഹ, ആ രക്ഷകനെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ക്രിസ്തുവാണ് ഈ രക്ഷ കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ പറയുന്നു, ആരെയും കാണാത്തതിനാൽ ഞാൻ ഏറെ കരഞ്ഞു എന്ന് പറയുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഈ കണ്ണുനീര് എന്തിൻ്റെ സൂചനയാണ്? അപ്പോൾ ആരാണ് രക്ഷ കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം. അതായത് മിശിഹായ്ക്ക് വേണ്ടിയുള്ള പഴയ നിയമ ജനതയുടെ കാത്തിരിപ്പാണ് നാം ഇവിടെ കാണുക. ആകാംക്ഷയോടെ, വേദനയോടെ അവർ രക്ഷകനായി കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ പീഡകളിൽ നട്ടം തിരിയുന്ന സഭയെയും നാം ഇവിടെ കാണുന്നു. ആ സഭയും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരാണ് തങ്ങൾക്ക് രക്ഷ കൊണ്ടുവരുന്നത്? അപ്പോൾ തിന്മയുടെയും സഹനത്തിൻ്റെയും മുന്നിലുള്ള നമ്മുടെയൊക്കെ ആ ചോദ്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കണ്ണീര് ഈ കണ്ണീരിലുണ്ട്. പഴയ നിയമ ദൈവജനതയുടെ മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ആദിമ ദൈവജന സമൂഹത്തിൻ്റെ പീഡനങ്ങളുടെ ഇടയിലുള്ള
രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പും അവരുടെ കണ്ണീരും ഇന്ന് തിന്മയുടെ മുന്നിൽ നമ്മുടെ മുന്നിലുള്ള ആശങ്കയോടെയുള്ള ആ കാത്തിരിപ്പ്, നമ്മുടെയൊക്കെ കണ്ണീര്, അതൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ നെടുവീർപ്പ്, വേദന, അതൊക്കെയാണ് ഈ കണ്ണീര് അർത്ഥമാക്കുന്നത്. ഇവിടെ നാം ഒന്ന് കാണേണ്ടതുണ്ട്, ലവോദിക്കയിലെ സഭ പറയുന്നത് എനിക്കൊന്നിനും കുറവില്ല എന്ന്. പക്ഷേ ലവോദിക്കയിലെ സഭയിൽ നിന്ന് വ്യത്യസ്തമായി രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നവരുമൊക്കെയുണ്ട്. തങ്ങൾക്ക് ഒന്നുമില്ല, തങ്ങൾക്കൊന്നിനും ശക്തിയില്ല, രക്ഷ പുറമേ നിന്ന് വരണം എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ ഉള്ളവർക്കാണ് രക്ഷ ലഭിക്കുക. ആ രക്ഷയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നാം കണ്ടു. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയേണ്ട, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ ചുരുളും 7 മുദ്രകളും തുറക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ രക്ഷ വരുന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണിത്. അപ്പോൾ ഇവിടെ പറയുന്നു സിംഹവും ദാവീദിൻ്റെ വേരും. അപ്പോൾ ഈ 2 പ്രതീകങ്ങൾ, സിംഹവും ദാവീദിൻ്റെ വേരും, അപ്പോൾ ഇത് രണ്ടും അത് മിശിഹായുടെ പ്രതീകങ്ങളൊക്കെ തന്നെയാണ്. യൂദാ വംശത്തിനുള്ളവൻ ആണ് മിശിഹ എന്നുള്ള വിശ്വാസം, അത് തന്നെയാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ആരാധന സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നത് എന്താണ്? യൂദാ വംശത്തിൽ നിന്നുള്ളവൻ ഇതാ ആഗതനാകുന്നു എന്നത്. അപ്പോൾ ദൈവം അനാദി മുതൽ വാഗ്ദാനം ചെയ്തവൻ, ആ യൂദാ വംശത്തിൽ നിന്നുള്ളവൻ ഇതാ ആഗതനായി എന്നുള്ള ആ ഒരു പ്രത്യാശയാണ്. ഇനി ദാവീദിൻ്റെ വേരുമായവൻ, അത് ഏശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വിവരണമാണ്. ഏശയ്യ 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂദായുടെ സിംഹവും ദാവീദിൻ്റെ വേരും മിശിഹായുടെ പ്രതീകങ്ങൾ. അപ്പോൾ ആദ്യത്തേത് യാക്കോബ് തൻ്റെ മക്കൾക്ക് നൽകുന്ന അന്തിമ ആശീർവാദത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ദാവീദിൻ്റെ ആ സിംഹം, അത് റബ്ബിമാർ സാധാരണ മിശിഹായുമായിട്ട് ആണ് ബന്ധപ്പെടുത്തി പറയുന്നത്. ഇനി ഈ സിംഹം എന്ന് പറയുന്നത് അത് ശക്തിയെ, അധികാരത്തെ, രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. യൂദ സിംഹക്കുട്ടിയാണ്, ചെങ്കോൽ അവനെ വിട്ടു പോവുകയില്ല എന്നാണ് ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഇപ്പോൾ ചരിത്രപരമായിട്ട് ദാവീദ് യൂദാ ഗോത്രത്തിൽ നിന്നാണ്. ഇനി മാത്രമല്ല, ദാവീദിൻ്റെ സിംഹാസനത്തിൽ സിംഹത്തിൻ്റെ രൂപവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. 2 എസ്ദ്ര എന്ന് പറയുന്ന അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥത്തിൽ ഈ സിംഹത്തെ മിശിഹായുമായിട്ട് താതാത്മ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മിശിഹായുടെ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവവാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന, നീതിയോടെ ഭരിക്കുന്ന മിശിഹായെ ഇസ്രായേൽ കാത്തിരുന്നു. ആ മിശിഹായെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ പ്രതീക്ഷകൾ ഇവിടെ യേശുവിൽ നിറവേറിയിരിക്കുന്നു. അതാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി ഇവിടെ സിംഹം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് വരുന്ന വിവരണത്തെ ഒന്ന് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പോൾ യൂദായിലെ സിംഹം എന്ന് പറയുന്നു, പക്ഷേ പിന്നീട് കാണുന്ന ആരെയാണ്? കൊല്ലപ്പെട്ടതുപോലെയുള്ള കുഞ്ഞാടിനെയാണ്. അപ്പോൾ അതിലേക്ക് പിന്നീട് നമുക്ക് വരാം. ഇപ്പോൾ ഇവിടെ പറയുന്നു, ഈ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ഈ ചുരുൾ തുറക്കുന്നതിൽ, 7 മുദ്രകൾ തുറക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ വിജയിക്കുക നാം കണ്ടു. 2-3 അധ്യായങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം തന്നെയാണ് വിജയിക്കുക. അത് ദൈവജനത്തോട് വിജയം വരിക്കുന്നവന് നിങ്ങൾക്ക് ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം നൽകും, ഭക്ഷിക്കുവാനായിട്ട് നൽകും, വെള്ളക്കല്ല് നൽകും എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ വിജയിച്ചുകൊണ്ട് വരുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ
യേശു വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ വിജയത്തിന് അത് റോമൻ ചക്രവർത്തിയുടെ റോമൻ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിലും വലിയ അർത്ഥമുണ്ട്. റോമൻ ചക്രവർത്തിയുടെ വിജയത്തിനൊക്കെ കാരണം ദേവതകളാണ് എന്ന് ആണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ചക്രവർത്തിക്ക് ഭരിക്കുവാനുള്ള അവകാശം, അധികാരം നൽകുന്നതും റോമൻ ദേവതകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്രവർത്തിയെ സ്തുതിക്കുമ്പോൾ ദേവതകൾക്കുള്ള സ്തുതിഗീതങ്ങളും നമ്മളൊക്കെ കാണുന്നു. പിന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആ ചക്രവർത്തിയുടെ ചിത്രം, അതും അന്നത്തെ ജനങ്ങൾക്ക് വളരെ സുപരിചിതമായിരുന്നു. എഫെസോസിൽ ടൈറ്റസ് ചക്രവർത്തി വിജയശ്രീലാളിതനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. അതുപോലെ തന്നെ പെർഗാമോസിലെ നാണയത്തിൽ നിക്കെ ദേവത അഗസ്റ്റസിനെ വിജയകിരീടം ചൂടിക്കുന്ന ചിത്രമുണ്ട്. ഇനി ലവോദിക്കയിലെ ക്ഷേത്രത്തിൽ വിജയശ്രീലാളിതനായ ഡൊമീഷ്യൻ്റെ പ്രതിമ കാണാം. അപ്പോൾ വിജയിച്ചുകൊണ്ട് വിജയിക്കുന്ന ചക്രവർത്തിയെ എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ നേടുന്ന ദിഗ്വിജയങ്ങൾ, എല്ലാ ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തി സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഞാൻ ഇനി ഇവിടെ കാണുക. ഇവിടെ വിജയിച്ചുകൊണ്ട് വരുന്നവൻ ആരാണ്? അത് കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടാണ്. ഇനി ഒന്നാമത്തെ മുദ്ര തുറക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിജയിച്ചുകൊണ്ട് മുന്നേറുന്ന ക്രിസ്തു, വിജയിച്ചുകൊണ്ടും വിജയിക്കാനായും കടന്നു വരുന്ന യേശുവിനെ അവിടെ അവതരിപ്പിക്കുന്നു. യോഹന്നാൻ 16:33 വാക്യം, യോഹന്നാൻ 16:33, നമുക്കതൊന്ന് വായിക്കാം. നിങ്ങളുടെ ബൈബിൾ ഉള്ളവർ അതൊന്ന് എടുക്കുക. 16:33 വാക്യം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങളോട് പറഞ്ഞത്. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന യേശു ക്രിസ്തു എങ്ങനെയാണ് ലോകത്തെ കീഴ്പ്പെടുത്തിയത്? കുരിശുമരണത്തിലൂടെയാണ്. അപ്പോൾ കുരിശുമരണത്തിലൂടെ വിജയിച്ച ആ ക്രിസ്തു പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് ആശ്വാസം നൽകുന്നത് നാം കാണുന്നു. ഇനി ഈ വിജയിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ക്രിസ്തുവിൻ്റെ വിവരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 6-ാമത്തെ വാക്യം. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിൽ, ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു. അവൻ 7 കൊമ്പും 7 കണ്ണുമുണ്ട്. അവ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ 7 ആത്മാക്കളാണ്. സിംഹാസനത്തിൻ്റെ 4 ജീവികളുടെ ശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ, അതായത് എല്ലാത്തിൻ്റെയും മധ്യത്തിൽ, സർവ്വതിൻ്റെയും കേന്ദ്രബിന്ദുവാണ് കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. ഇനി ഈ ഒരു വിവരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇപ്പോൾ നാം കേട്ടത് എന്താണ്? വിജയിച്ചിരിക്കുന്ന ആരാണ്? യൂദായിലെ സിംഹം. അത് ശക്തിയുടെ പ്രതീകമാണ്. എന്നാൽ കാണുന്നത് എന്താണ്? കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. എന്താണിത് അർത്ഥമാക്കുന്നത്? ഈ വൈരുദ്ധ്യം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് പഴയ നിയമ പ്രതീക്ഷ ആരെക്കുറിച്ചാണ്? അത് വിജയശ്രീലാളിതനായ മിശിഹായെ കുറിച്ചാണ്. അപ്പോൾ ഭരണം നടത്തുന്ന എല്ലാവരും കീഴ്പ്പെടുത്തി ഭരണം നടത്തുന്ന ഒരു മിശിഹായെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? കുരിശിൽ മരിച്ച് വിജയം വരിക്കുന്ന യേശുവാണ് രക്ഷ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇസ്രായേൽ കാത്തിരിക്കുന്ന വിജയശ്രീലാളിതനായ മിശിഹായെയല്ല നാം ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ അവതരിപ്പിക്കുന്ന എന്താണ്? രക്ഷയുടെ മാർഗം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം നമ്മൾ സുവിശേഷങ്ങളിൽ പീഡാനുഭവ വിവരണങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിലെ ആ ഒരു വിവരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യേശുവിൻ്റെ പീഡാനുഭവ വിവരണത്തിന് ശേഷം പത്രോസ് യേശുവിന് മുന്നിൽ ചാടി നിന്നുകൊണ്ട് പറയുന്നു, കർത്താവേ, അരുത്, ഇതല്ല
നീ പോകേണ്ട വഴി എന്ന് പറയുമ്പോൾ പത്രോസിന് യേശു കൊടുക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് പേര്? സാത്താനെ, എൻ്റെ പിന്നിലേക്ക് പോവുക. അതായത് ദൈവിക പദ്ധതികൾക്ക് എതിര് നിൽക്കുന്നവൻ. അതായത് ഇതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ വിജയശ്രീലാളിതനായ മിശിഹായാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ രക്ഷ കൊണ്ടുവരുന്നത് കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടാണ്. അപ്പോൾ മുദ്രകൾ തുറക്കാൻ യോഗ്യനായവൻ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയുടെ ഒരു പ്രതീകം തന്നെയാണ് പഴയ നിയമത്തിലുള്ള കുഞ്ഞാട്. ഇനി ആ ഒരു കുഞ്ഞാടിൻ്റെ പ്രതീകം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ കുഞ്ഞാടിനെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി കടന്നു വരാം. സർവ പ്രപഞ്ചത്തിലും അവിടുന്ന് കൊണ്ടുവരുന്ന സമ്പൂർണ്ണ രക്ഷ. അപ്പോൾ കുഞ്ഞാടാണ് ഈ സർവ പ്രപഞ്ചത്തിലും രക്ഷ കൊണ്ടുവരുന്നത് എന്നാണ് ഇതുവഴി അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കുഞ്ഞാടിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കുഞ്ഞാട് അത് മിക്കവാറും പഴയ നിയമത്തിലെ പുറപ്പാടിലുള്ള കുഞ്ഞാടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമാണുള്ളത്. ലേവ്യരുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ പാപപരിഹാരത്തിനുള്ള മുട്ടാടിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. അതും ഇതിൻ്റെ ഒരു പശ്ചാത്തലം ആകാം. കാരണം നമ്മുടെയൊക്കെ പാപങ്ങൾ മോചിക്കുന്നവനാണല്ലോ ക്രിസ്തു. പക്ഷേ വെളിപാടിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പുതുമയുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അത് വളരെ നമ്മുടെ ശ്രദ്ധ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലും കുഞ്ഞാടിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ആംനോസ് എന്നാണ്. ആംനോസ് അത് ബലഹീനതയുടെ പര്യായമാണ്. ബലഹീനതയുടെ പര്യായം. നമുക്കറിയാം, യേശു ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ആ കുഞ്ഞാടിനെ പോലെ അവിടുന്ന് കുരിശിൽ മരിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വെളിപാടിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വ്യത്യസ്തമാണ്. അവിടെ ആമനോസ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ ആർണിയോൺ എന്നാണ്. ആർണിയോൺ. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ പദം ഉപയോഗിക്കുന്നത്? അത് മിക്കവാറും ആ കുഞ്ഞാടിൻ്റെ ദൗത്യത്തെ കുറച്ചുകൂടി വ്യക്തമാക്കുവാനായിട്ടാണ്. അപ്പോൾ ആർണിയോൺ എന്നുള്ള പദത്തെ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ കൂടുതൽ ഉചിതമായിട്ടുള്ള പദം ആട്ടുകൊറ്റൻ, മുട്ടാട് എന്നാണ്. നമുക്കറിയാം, ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ആടിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനേയും ഇടിച്ച് തോൽപ്പിക്കുന്ന മുട്ടാട്. അപ്പോൾ ക്രിസ്തു ആർണിയോൺ എന്ന് പറയുന്ന ഈ കുഞ്ഞാട് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അത് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം വരിക്കുന്ന കുഞ്ഞാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുരിശിൽ മരിച്ച യേശു എല്ലാ തിന്മകളെയും എതിർത്ത് അത് നിശേഷം ഉന്മൂലനം ചെയ്യുന്നവനാണ്. അപ്പോൾ എല്ലാ തിന്മകളെയും എതിർത്ത് തോൽപ്പിക്കുന്നവൻ. 17-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, വെളിപാട് 17-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മളൊന്ന് എടുക്കുന്നു. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, എന്നാൽ കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അപ്പോൾ കുഞ്ഞാട് എല്ലാ തിന്മകളെയും എതിർത്ത് തോൽപ്പിക്കുന്നവനാണ്. ഇനി ഈ കുഞ്ഞാടിൻ്റെ പക്കൽ തന്നെയാണ് ജീവൻ്റെ പുസ്തകമുള്ളത്. 13-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, 21-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ. ഇനി ഈ കുഞ്ഞാടിനെക്കുറിച്ച് നാം പിന്നീട് കാണുന്നത് കുഞ്ഞാടിൻ്റെ വധുവാണ് സഭ. 19-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ. പിന്നീട് ദേവാലയവും പുതിയ ജെറുസലേം നഗരത്തിൻ്റെ പ്രകാശവും ഈ കുഞ്ഞാട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞാട് തന്നെയാണ് ദേവാലയം. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ വിവരണത്തോട് സാമ്യമുള്ളതാണ്. ഇനി ആൽഫയും ഒമേഗയും ഈ കുഞ്ഞാട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞാട് സിംഹത്തിൻ്റെ ശക്തിയുള്ളവനാണ്. തിന്മയെ എതിർത്ത് തോൽപ്പിക്കുവാൻ പോകുന്നവനാണ്. ഇനി ഈ കുഞ്ഞാടിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കൊല്ലപ്പെട്ടതുപോലെ. അപ്പം എന്താണ് കൊല്ലപ്പെട്ടതുപോലെ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? കൊല്ലപ്പെട്ടതുപോലെ യേശുവിൻ്റെ
കുരിശു മരണമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ പുറപ്പാട് വിവരണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്നവനാണ്. ഇപ്പോൾ വെളിപാടിൽ ക്രിസ്തുഭാഷ്യത്തിൻ്റെ മർമ്മം ഇവിടെയാണ് ഉള്ളത്. ഇനി കൊല്ലപ്പെട്ടത് എന്തിനു സൂചിപ്പിക്കുന്നു? യേശുവിൻ്റെ പീഡാനുഭവവും മരണവും. അപ്പോൾ തിന്മയുമായിട്ടുള്ള ആ യുദ്ധത്തിൽ യേശു അവയെല്ലാം ഉന്മൂലനം ചെയ്ത് തോൽപ്പിച്ച് അവിടുന്ന് വിജയം വരിക്കുന്നു. അപ്പോൾ എല്ലാ തിന്മകളെയും തോൽപ്പിക്കുന്നവൻ, സർപ്പത്തിൻ്റെ തല തകർക്കുന്നവൻ അവിടുന്നാണ്. എങ്ങനെ? കുരിശിലെ മരണം വഴിയായിട്ട്. അപ്പോൾ കുരിശിലെ മരണം വഴിയായിട്ടാണ് ഈ തിന്മകളെ തോൽപ്പിക്കുന്നത്, പരാജയപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ കൊല്ലപ്പെട്ടതോടെ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ ഒരു പ്രത്യേകത മാത്രമേ നാം ഇന്ന് വിശകലനം ചെയ്തുള്ളൂ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതുവരെ എല്ലാവർക്കും വണക്കം.